പെട്ടെന്നാണ് ആ വാതിൽ മലർക്കെ തുറന്നുകൊണ്ടവൻ അടുക്കളയിലേക്ക് കയറിയത്. യാമി ഞെട്ടലോടെ അവനെ തിരിഞ്ഞു നോക്കി. ഒച്ച വച്ച തിരണ്ടിവാല് വെച്ച് തല്ലും ഞാൻ. യാമി ഞെട്ടിയെന്ന് കണ്ടതും ശിവ പൊടുന്നനെ അവളുടെ വാ പൊത്തി പിടിച്ചുകൊണ്ട് കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. യാമിയുടെ ദേഹം വല്ലാതെ വിറച്ചുപോയി ആ നിമിഷം. വല്ലാത്തൊരു പകപ്പോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. കടുങ്കാപ്പി നിറത്തിലുള്ള ഒരു ഫുൾ സ്ലീവ് ഷർട്ടും വെള്ളമുണ്ടുമാണ് അവൻ്റെ വേഷം. ഷർട്ടിൻ്റെ പാതി ബട്ടൺസും തുടർന്ന് കിടപ്പുണ്ട്. വെളുത്ത നെഞ്ചിൽ നിറഞ്ഞു നിൽക്കുന്ന നേർത്ത രോമങ്ങൾക്കൊപ്പം അവൻ്റെ കഴുത്തിലെ സ്വർണ്ണമാലയും യാമി കണ്ടു. മനസ്സെന്തിനോ നീറുന്നു. യാമി അവനെ കൈകൾ മെല്ലെ അവളിൽ നിന്നും പറിച്ചു മാറ്റി. നിനക്ക് ഉറക്കമൊന്നുമില്ലേ? ശിവ അവളെ നോക്കി സ്വാഭാവികമായി ചോദിച്ചുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ചുണ്ടോട് ചേർത്തുകൊണ്ട് ചോദിച്ചു. യാമി അവനെ നോക്കിക്കൊണ്ട് മറുപടി ഒന്നും പറയാതെ മെല്ലെ മുന്നോട്ട് നടന്നു. സരസു. അത് മൈൻഡ് ചെയ്ത് ശിവ അടുക്കളയിൽ നിന്നും സരസ്വതിയമ്മ കിടക്കുന്ന റൂമിലേക്ക് നോക്കി മെല്ലെ വിളിച്ചു. വെയ്യാണ്ട് കിടക്കുക, വിളിക്കണ്ട. ഒന്നുമേ മിണ്ടരുതെന്ന് മനസ്സ് ശാഠ്യം കെട്ടിയിട്ടും യാമി അവനെ നോക്കി മെല്ലെ പറഞ്ഞു പോയി. വയ്യേ? എന്തു പറ്റി? ശിവ അവളെ നോക്കി നെറ്റി ചുളിച്ചൊരു സംശയത്തോടെ ചോദിക്കുന്നതിനൊപ്പം സരസ്വതിയമ്മ കിടക്കുന്ന റൂമിലേക്ക് നടന്നു. കാലിലാകെ നീര് വന്നിരിക്കുക. ഉണർത്തേണ്ട ശിവ, കിടന്നോട്ടെ. യാമി അവനെ പിന്നാലെ ചെന്ന് പറഞ്ഞു. ശിവ അത് കേട്ടെങ്കിലും മറുപടി ഒന്നും പറയാതെ ആ റൂമിലെ ലൈറ്റ് ഓൺ ചെയ്ത് ഉറങ്ങിക്കിടക്കുന്ന സരസ്വതിയമ്മയെ നോക്കി. പിന്നെ ഒന്നും മിണ്ടാതെ അവർ പുതച്ച പുതപ്പൊന്ന് മാറ്റി കാലൊന്ന് നോക്കി. നല്ല നീരുണ്ടെന്ന് കണ്ടതും ശിവ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു തലേനെടുത്ത് അവരുടെ കാല് മെല്ലെ ഉയർത്തി കാലിന് താഴേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് നേരെ പുതച്ചു കൊടുത്ത് ലൈറ്റ് ഓഫ് ചെയ്ത് തിരികെ അടുക്കളയിലേക്ക് തന്നെ നടന്നു. അകലണം എന്ന് ആഗ്രഹിച്ചവളുടെ ഹൃദയത്തെ ദൈവം കൂടുതൽ ശക്തമായി അവനിലേക്ക് അടുപ്പിച്ചു. മരുന്ന് വല്ലതും കഴിച്ചൊന്നും ചോദിച്ചില്ലേ നീ? ഒരു ഗ്ലാസ് വെള്ളം കൂടി എടുത്തു കുടിച്ചു കൊണ്ടവൻ യാമിയെ നോക്കി ചോദിച്ചു. കുടിച്ചു. യാമി അവൻ്റെ കണ്ണിലേക്ക് നോക്കി മറുപടി പറഞ്ഞു. ശിവ ഒരു മൂളലോടെ അടുക്കളവാതിൽ ലോക്ക് ചെയ്ത് അവൻ്റെ റൂമിലേക്കുള്ള പടികൾ കയറി. ശിവ. യാമി പെട്ടെന്ന് അവനെ വിളിച്ചു. ശിവ എന്തെന്ന പോലെ അവളെ തിരിഞ്ഞു നോക്കി. ഒന്നും കഴിച്ചില്ലെങ്കിൽ ഞാൻ എടുത്തു തരാം, വാ. തൊണ്ടയിൽ ഉറഞ്ഞു കൂടിയൊരു വേദന ഉമ്മനീരാക്കി ഇറക്കിക്കൊണ്ടവൾ അവനെ നോക്കി പറഞ്ഞു. അതൊന്നും വേണ്ട, മാമി കിടക്കാൻ നോക്ക്. ശിവ അവളെ ചൊയ്ഞ്ഞൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞതിനൊപ്പം പടികൾ ഓടിക്കയറി അവൻ്റെ റൂമിലേക്ക് കടന്നു. യാമിയുടെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞുപോയി. തൻ്റെ മനസ്സ് തന്നെ അനുസരിക്കുന്നില്ലെന്ന് അവൾക്ക് ബോധ്യമായി. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും എങ്ങോട്ടെങ്കിലും ഓടി ഒളിക്കണം. ഹൃദയം തിടുക്കം കൂട്ടി. ഇന്നലെ വരെ ഇല്ലാത്തൊരു ആദി നിറഞ്ഞിട്ടുണ്ട് അവളുടെ മനസ്സിൽ. ഒരിക്കലും സഹിക്കാൻ കഴിയാത്തൊരു നൊമ്പരം താൻ സ്വയം നെഞ്ചിലേറ്റുന്നത് പോലെ. തൻ്റെ ഹൃദയത്തെ മറ്റാർക്കോ താൻ സ്വയം തീരെഴുതി കൊടുക്കുന്നു. അതും അങ്ങനെ ഒരു ഹൃദയമേ വേണ്ടെന്ന് പറയുന്ന ഒരാൾക്ക്. നിറഞ്ഞു നിന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ടവൾ എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുക്കണമെന്ന ഉറപ്പോടെ മെല്ലെ പടികൾ കയറി അവളുടെ റൂമിലേക്ക് കടന്നതും പിന്നിൽ നിന്നും കേട്ട ചൂളം വിളിയിൽ റൂമിലേക്ക് കയറാതെ വാതിൽക്കൽ തന്നെ നിന്നുപോയി അവൾ. വിളിച്ചതാരാണെന്ന് നോക്കാതെ തന്നെ അവൾക്കറിയാം. ഒന്ന് നോക്കിയാൽ തൻ്റെ മനസ്സ് വീണ്ടും എന്തിനൊക്കെയോ കൊതിക്കുമെന്നുമെങ്കിലും നോക്കാതിരിക്കാനായില്ല അവൾക്ക്. മാമിക്ക് ഉറക്കം വരുന്നുണ്ടോ? റൂമിൻ്റെ വാതിൽ ചാരി നിന്നവൻ അവളെ നോക്കി പുരികം ഉയർത്തി സംശയത്തോടെ ചോദിച്ചു. അവൻ്റെ ആ നിൽപ്പും ഭാവവും മിഴികളിൽ കൊരുത്തു നിൽക്കെ അവൻ ചോദിച്ചത് എന്താണെന്ന് അവൾ കേട്ടില്ല. ഹൃദയം പിടഞ്ഞുയർന്നു പോയൊരു മൂളലോടെ അവൾ അവനെ എന്താ ചോദിച്ചേ എന്ന മട്ടിലൊന്ന് നോക്കി. ഉറങ്ങാറായോന്ന്? ശിവ അവൻ്റെ മുടിയൊന്ന് കൈകൊണ്ട് കൊതി ഒതുക്കിക്കൊണ്ട് വീണ്ടും ചോദിച്ചു. ഇത്രയും നേരം തൻ്റെ മനസ്സിൻ്റെ ആകുലതകൾ മറന്നൊന്ന് കിടന്നാൽ മതിയെന്ന മനസ്സോടെ നിന്നവൾ അവൻ്റെ ചോദ്യത്തിന് അവൾ പോലും അറിയാതെ മെല്ലെ ഇല്ലെന്ന് തലയണക്കിപ്പോയി. എന്നാ നമുക്ക് കുറച്ചു നേരം അങ്ങോട്ട് ഇരുന്നാലോ, വാ. ബാൽക്കണിയിലേക്ക് കണ്ണ് കാണിക്കുന്നതിനൊപ്പം ശിവ അങ്ങോട്ടേക്ക് നടന്നു. ഒട്ടൊരു നേരം അവനെ അങ്ങനെ നോക്കി നിന്നവൾ അവൻ തന്നോടെന്തോ സംസാരിക്കാനുണ്ട്, അതെന്തായിരിക്കുമെന്ന് ആകാംക്ഷയോട് ചിന്തിച്ചു. അവിടെ അങ്ങനെ നിൽക്കാതെ ഇങ്ങോട്ട് വന്നിരിക്കടി. താൻ ചെന്നിരുന്നിട്ടും ഇനിയും അവിടെ തന്നെ നിൽക്കുന്നവളെ കാണാൻ ശിവ അവൻ്റെ പതിവ് ദേഷ്യത്തോടെ അടുത്തേക്ക് വിളിച്ചതും യാമി മെല്ലെ അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ അഭിമുഖമായി ഇരുന്നു. എന്തുപറ്റി? കല്യാണം കൂടി ക്ഷീണിച്ചു പോയോ? ശിവ അവളെ ഒന്ന് നോക്കി ചോദിക്കുന്നതിനൊപ്പം അരയിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് പുകച്ചു. അവൻ്റെ ആ ചോദ്യത്തിന് മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചതല്ലാതെ യാമിയൊന്നും മറുപടി പറഞ്ഞില്ല. പകരം അവനെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു. കല്യാണം കഴിഞ്ഞ് വന്ന് മാറിയെടുത്തതായതുകൊണ്ടാണ് തോന്നുന്നു. ഷർട്ടും മുണ്ടും ഒന്നും അധികം മുഷിഞ്ഞിട്ടില്ല. എങ്കിലും കടും കാപ്പി നിറമുള്ള ആ ഫുൾ സ്ലീവ് ഷർട്ടിൻ്റെ പാതി ബട്ടൺസും തുറന്നിട്ടിട്ടാണുള്ളത്. ആ ഷർട്ടിൻ്റെ നിറം അവൻ്റെ വെളുപ്പിനെ ഒന്നുകൂടെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഒപ്പം നെഞ്ചിലെ രോമങ്ങളും കഴുത്തിലെ ചെയിനും. ഫ്രണ്ട് വിളിച്ചിരുന്നോ? പുറത്തേക്ക് നോക്കി ഇരുന്നവൻ അവളെ നോക്കി പെട്ടെന്ന് ചോദിച്ചതും യാമി ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയി. ഇല്ല. അവനെ നോക്കി നിന്നു പോയതിലുള്ള പരിഭ്രമത്തോടെ അവൾ പെട്ടെന്ന് മറുപടി കൊടുത്തു.
അവിടെ ചെന്നിട്ട് MBA ചെയ്യാമെന്നല്ലേ നീ പറഞ്ഞത്? ശിവ ചോദിച്ചു. യാമി അവൻ്റെ മുഖത്തേക്ക് നോക്കി മെല്ലെ തലയനക്കി. ഇവിടുന്ന് പോകണമെന്ന് നിർബന്ധമാണോ മാമിക്ക്? ശിവ പെട്ടെന്ന് ചോദിച്ചതും അവളുടെ ഹൃദയം പിടഞ്ഞുപോയി. കണ്ണുകൾ കാരണമറിയാതെ നിറഞ്ഞു തുടങ്ങിയതും യാമി പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി കണ്ണുകൾ തുടച്ചു. പോകാതിരിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലല്ലോ ശിവ. അപ്പോൾ പോകുന്നതല്ലേ നല്ലത്? യാമി വേദന കലർന്നൊരു ചിരിയോടെ അവനെ നോക്കി. പോകണമെന്ന് നിർബന്ധം പിടിക്കാൻ എന്തൊക്കെ കാരണങ്ങളുണ്ട്? ചുണ്ടൊന്നും മലർത്തി എന്തോ വലിയ കാര്യമായ ഭാവത്തിൽ പറയുന്നവളെ ചോദ്യത്തോടെ നോക്കി അവൻ. യാമി അവൻ്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി. നീ വലിച്ചെറിയാൻ പറഞ്ഞ ആ താലി, അതെന്നെ ഈ വീട്ടിൽ നിന്ന് മാറ്റി അകറ്റുന്നുണ്ട് ശിവ. ഹൃദയം നുറുങ്ങുന്ന ഒരു വേദനയോടെ അവളുടെ ഹൃദയം പുലമ്പി. പറ മാമി, പോകണമെന്ന് തോന്നാൻ കാരണം എന്താ? അവൻ വീണ്ടും ചോദിച്ചു. 100 കാരണങ്ങളുണ്ട്, യാമി മെല്ലെ പറഞ്ഞു. ഓഹോ, അത്രയ്ക്കൊക്കെ ഉണ്ടോ? ശരി, മുഴുവൻ കേൾക്കാൻ എനിക്ക് സമയമില്ല. അതുകൊണ്ട് അതിൽ നിന്ന് 1-2 പറ. ശിവ വളരെ കാര്യമായൊരു കളിയാക്കലോടെ അവളെ നോക്കി. സത്യമെന്ന് പറയാൻ ഇവിടെ എനിക്ക് ആരുമില്ല ശിവ, യാമി മുഖം കുനിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ പോകുന്നിടത്ത് ആരെങ്കിലും ഉണ്ടോ? ശിവ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ല, ഇവിടെയും അവിടെയും ആരുമില്ല എനിക്ക്. പക്ഷെ പോണം. അവകാശമില്ലാത്തതൊന്നും സ്വന്തമാവാതിരിക്കാൻ എനിക്ക് പോയേ പറ്റൂ. ഇരുട്ടിലേക്ക് നോക്കിക്കൊണ്ടവൾ തീർത്തു പറഞ്ഞു. നീ കഞ്ചാവ് അടിച്ചിട്ടുണ്ടോടി മാമി? ഞാൻ ചോദിക്കുന്നത്, ഇവിടുന്നിപ്പോൾ നീ പോകുന്നത് MBA പഠിക്കാനല്ലേ? അതിവിടെ നിന്ന് പഠിച്ചൂടെ നിനക്ക്? അഡ്മിഷനൊക്കെ ഞാൻ റെഡിയാക്കി തരാം. നീ ഇവിടെ നിന്നങ്ങ് പഠിച്ചോ. വെറുതെ അവിടെയൊക്കെ പോയി എന്തിനാ കഷ്ടപ്പെടുന്നത്? ശിവ അവളെ ഇടങ്ങാനിട്ട് നോക്കി. ഒരു താളത്തിൽ പറഞ്ഞുകൊണ്ട് മേലെ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. വേണ്ട, എനിക്ക് പോകണം, യാമി അവനെ നോക്കാതെ തന്നെ പറഞ്ഞു. പോകാൻ ഞാൻ വിട്ടില്ലെങ്കിലോ? ശിവ പെട്ടെന്ന് ചോദിച്ചതും യാമി ഒരു ഞെട്ടലോടെ അവനെ തിരിഞ്ഞു നോക്കി. 6 മാസം കഴിയാതെ മാമിയെ ഞാൻ എങ്ങോട്ടും പറഞ്ഞേക്കില്ല. സോറി. ഒരു ഞെട്ടലോടെ തന്നെ നോക്കുന്നവളെ മുഖത്തേക്ക് നോക്കി തീർത്തും പറഞ്ഞുകൊണ്ടവൻ മുന്നോട്ട് നടന്നതും യാമി വല്ലാത്തൊരു തളർച്ചയോടെ അവനെ നോക്കി നിന്നുപോയി. 6 മാസം കൂടെ മാമി ഇവിടെ നിൽക്ക്. പോകുന്നതൊക്കെ അത് കഴിഞ്ഞാലോചിക്കാം. പറയുന്നതിനൊപ്പം ശിവ മുണ്ടുമടക്കി അവൻ്റെ റൂമിലേക്ക് നടന്നു. പറ്റില്ല ശിവ, എനിക്കെന്തായാലും പോകണം. അവൻ്റെ വാക്കുകളിൽ മറ്റെന്തൊക്കെയോ പ്രതീക്ഷിച്ചു പോയവൾ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചവൻ്റെ പിന്നാലെ ദേഷ്യത്തോടെ ചെന്ന് പറഞ്ഞു. 6 മാസം കഴിഞ്ഞിട്ട് നീ എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോ. ശിവ അവളെ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു. അതിനെനിക്ക് പോകാൻ നിൻ്റെ സമ്മതമൊന്നും വേണ്ട. ഞാൻ പോണോ പോണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്, അല്ലാതെ നീയല്ല. സങ്കടവും ദേഷ്യവും കാരണം വീർപ്പ് മുട്ടി നിന്നവൾ അവനെ പൊടുന്നനെ അവൾക്ക് നേരെ തിരിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു. അപ്പം എന്തായാലും നിൻ്റെ പോക്ക് നടക്കില്ല മാമി. കൂട്ടുകാരെ അടുത്ത കോളേജ് കണ്ടുപിടിച്ച് അവരുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഒരു 2 ആഴ്ച വെയിറ്റ് ചെയ്താലേ കോളേജ് അഡ്മിഷൻ റെഡിയാവും. ഇപ്പോൾ കിട്ടിയ അഡ്മിഷൻ വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് മെയിൽ ഇന്നലെ അയച്ചു. ശിവ തെല്ല് കൂസലില്ലാതെ പറഞ്ഞതും അവൻ പറഞ്ഞത് വിശ്വസിക്കാനാവാതെ തറഞ്ഞു നിന്നുപോയി മാമി. കണ്ണുകളിൽ നിന്നും കണ്ണീർ ധാരധാരയെ കവിളിലേക്കൊഴുകി. ചതിച്ചല്ലേ? നീ എന്തിനാ ശിവ അങ്ങനെ ചെയ്ത്? എന്നോടൊന്ന് ചോദിച്ചുകൂടായിരുന്നോ നിനക്ക്? ഞാനിനി യാമി മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഇരുന്നു പോയി. തന്നെ വന്ന് തല്ലി 4 ചീത്ത പറഞ്ഞു പോകുമെന്ന് കരുതിയവൾ നിലത്തിരുന്ന് മുഖം പൊത്തി കരയുന്നത് കാണെ ശിവ ചെറിയൊരു പകപ്പോടെ അവളെ തിരിഞ്ഞു നോക്കി. ഡി മാമി, ഇങ്ങനെ കരയാൻ മാത്രം എന്താ ഇപ്പോൾ ഉണ്ടായേ? 6 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. കുറച്ചൊന്ന് ക്ഷമിക്ക്. നിൻ്റെ കൂടെ കഴിയാനുള്ള പൂതി കൊണ്ടൊന്നുമല്ല. ഡിവോഴ്സ് ഒന്ന് കിട്ടട്ടെ. കിട്ടിയതിന് ശേഷം നിനക്ക് അവിടെ അഡ്മിഷൻ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ റെഡിയാക്കി തരാം, പോരെ? ശിവ അവൾക്ക് അടുത്തേക്കിരുന്ന് മെല്ലെ അവളുടെ കയ്യിലൊന്ന് തൊട്ടുകൊണ്ട് പറഞ്ഞതും യാമി അവൻ്റെ കൈ ശക്തിയായി തട്ടി തെറിപ്പിച്ചു. യാമി, ശിവ സ്വല്പം ഗൗരവത്തോടെ അവളെ വിളിച്ചു. ചതിയന, നീ സ്വന്തം കാര്യം മാത്രമേ നിനക്കുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എന്തായാലും നിനക്കൊന്നുമില്ല. എന്നോടൊന്ന് ചോദിച്ചൂടായിരുന്നു? എന്നെ ഇല്ലാണ്ടാക്കുക നീ അറിയോ? യാമി മുഖം ഉയർത്താതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞതും ശിവയുടെ മുഖം വലിഞ്ഞു മുറുകി തുടങ്ങിയിരുന്നു. ഞാൻ നിന്നെ എന്ത് ചെയ്തെന്നാടി നീ പറയുന്നത്? ഡിവോഴ്സ് കിട്ടിയിട്ട് നീ ഏത് നരകത്തിലേക്കാന്ന് വെച്ചാൽ പൊക്കോന്നല്ലേ പറഞ്ഞത് ഞാൻ? പിന്നെ എന്തിനാ ഈ ഇരുന്ന് മോങ്ങുന്നത്? ഇനിയിപ്പോൾ തന്നെ പഠിച്ചേ പറ്റൂ എന്നാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തു തരാം. പോയി പണ്ടാരടങ്ങ്. ശിവ അവളുടെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച് പല്ല് ഞെരിച്ച് ശബ്ദമടക്കി വല്ലാത്ത ദേഷ്യത്തോടെ പറഞ്ഞു. നിന്റെ ഔദാര്യം എനിക്ക് വേണ്ടെങ്കിലോ? ചുവന്ന് കലങ്ങിയ കണ്ണുകളിൽ അത്യധികം കോപം നിറച്ചുകൊണ്ടവൾ അവനെ നോക്കി. വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് പുല്ലാണ്. 6 മാസം കഴിയാതെ നീ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോകില്ല. എനിക്ക് അത്രേ പറയാനുള്ളൂ.
ശിവ അവളുടെ കണ്ണിൽ നോക്കി തീർത്തു പറഞ്ഞതും വിതുമ്പു തുടങ്ങിയ അതിരങ്ങൾ കടിച്ചു പിടിച്ചുകൊണ്ട് അവൾ ദേഷ്യത്തോടെ അവൻ്റെ കൈ അവളിൽ നിന്നും വെടിയിപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും റൂമിലേക്ക് തിരിഞ്ഞു നടന്നു. പെയ്തൊഴിയുന്ന കണ്ണുനീര് അവൾ വാശിയോടെ തുടച്ചു. ശിവയുടെ മുഖം ആകെ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു. കാര്യം പറയുമ്പോൾ അവൾ ദേഷ്യപ്പെടും, തന്നോട് വായിക്കിടുമെന്നൊക്കെ അവൻ മുന്നേ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ ഇങ്ങനെ കരയുമെന്ന് അവൻ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല. സച്ചുനെ എങ്ങാനും ഇപ്പോൾ കയ്യിൽ കിട്ടിയ 4 പൊട്ടിച്ചു പോയേനെ. അത്രയും ദേഷ്യം നിറഞ്ഞു അവൻ്റെ മനസ്സിൽ. നിന്റെ കണ്ണും മുഖവും എന്താ മോളെ ഇങ്ങനെ? വയ്യേ നിനക്ക്? അടുക്കളയിൽ രാവിലത്തേക്കുള്ള ചപ്പാത്തി ചുട്ടെടുക്കുന്ന യാമിയെ നോക്കി സരസ്വതിയമ്മ സ്നേഹത്തോടെ ചോദിച്ചു. ഒന്നുമില്ല അമ്മേ, ഇന്നലെ രാത്രി നല്ല തലവേദനയായിരുന്നു, അതാ. യാമി വാടിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. വയ്യെങ്കിൽ കുറച്ചു നേരം കൂടെ പോയി കിടന്നോ നീ, ജോലിയൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. നീര് വന്ന കാലുമായി കസേരയിലിരുന്ന സരസ്വതിയമ്മ മെല്ലെ എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഏയ് അതൊന്നും വേണ്ട, ഈ കാലം വെച്ച് ഇന്നിനി ഒരു ജോലിക്കും നിൽക്കണ്ട, ഞാൻ ചെയ്തോളാം. യാമി അത് തടഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നാലും നിൻ്റെ ഈ കണ്ണുമുറും കണ്ടിട്ട് ഞാൻ എങ്ങനെയാണ് നിന്നെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത്? ആകെ ചുവന്ന് വീങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ച് കഴിഞ്ഞാൽ മാറും അമ്മേ. അമ്മ പോയി കിടന്നു, കഴിക്കാനുള്ളത് ഞാൻ തന്നെ എല്ലാവർക്കും എടുത്ത് കൊടുത്തോളാം. യാമി അത്രയും പതുങ്ങിയ സ്വരത്തിൽ പറഞ്ഞു. ഇന്നലെ വരെ അവളുടെ നടപ്പിലും ഇരിപ്പിലും വാക്കിലും ഒന്നും ഉണ്ടായിരുന്ന ഊർജം ഇപ്പോഴില്ല എന്നത് സരസ്വതി അമ്മ ശ്രദ്ധിച്ചു. ആ, ഇന്ന് യാമയുടെ വകയാണോ പാചകം? അടുക്കള വാതിൽക്കൽ വന്ന് നിന്ന അജു അവളെ നോക്കി ചിരിയോടെ ചോദിച്ചു. യാമി അവനെ നോക്കി നോർമലായി ഒന്ന് ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. തനിക്ക് വയ്യേ? അവളുടെ കണ്ണും മുഖവും കാണി അജു അവൾക്ക് അടുത്തേക്ക് വന്ന് ചോദിച്ചു. ഇന്നലെ രാത്രി നല്ല തലവേദന ആയിരുന്നു അത്രേ, അതാ കണ്ണും മുഖവും ഒക്കെ ഇങ്ങനെ. ഇന്ന് വരെ അടുക്കള ഭാഗത്തേക്ക് വന്ന് നോക്കിയിട്ടില്ലാത്തവൻ വിശേഷം ചോദിച്ചു വരുന്നത് കാണെ സരസ്വതിയമ്മ സംശയം കലർന്നൊരു നോട്ടത്തോടെ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. വയ്യെങ്കിൽ വാടോ, നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് വരാം. അജു അവളുടെ അടുത്തേക്ക് വന്ന് സ്നേഹത്തോടെ പറഞ്ഞു. ഏയ് വേണ്ട അജുവേട്ടാ, ഞാൻ അബേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ഏട്ടൻ മരുന്ന് വാങ്ങിക്കാൻ പോയതാ, ഇപ്പോൾ വരും, അത് കുടിച്ചാൽ മാറിക്കോളും. അവൻ അടുത്തേക്ക് വന്നതും യാമി സ്വല്പം പിന്നോട്ട് നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു. ആ, എന്നാൽ തനിക്കും കൂടെ പോയിക്കൂടായിരുന്നോ? നേരിട്ട് കണ്ടൊന്ന് ചെക്ക് ചെയ്തിട്ട് മരുന്ന് എഴുതുന്നതല്ലേ നല്ലത്. ആബി മരുന്നിന് പോയി എന്നത് അവൻ്റെ മുഖഭാവം തെല്ലും മാറ്റിയെങ്കിലും പെട്ടെന്ന് സ്വാഭാവികത വരുത്തിക്കൊണ്ട് പറഞ്ഞു. അത് തന്നെ മോനെ ഞാൻ പറയുന്നത്, കേൾക്കണ്ടേ? സരസ്വതിയമ്മ ഒരു പരിഭവം പോലെ പറഞ്ഞതും യാമിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മെല്ലെ അകത്തേക്ക് നടന്നിരുന്നു അജു. അതിന് പിന്നാലെ തന്നെയാണ് കുഞ്ഞോൾ അടുക്കളയിലേക്ക് വന്നത്. യാമി ചപ്പാത്തി ചുടുന്നത് കണ്ടതും അവൾ വേഗം വന്ന് യാമിയുടെ കയ്യിൽ നിന്നും ചട്ടുകം വാങ്ങി. കാലിലെ നീര് കുറവുണ്ട് സരസ്വതിയമ്മേ. കുഞ്ഞോളുടെ പതുങ്ങിയ സ്വരം. ഇന്നലത്തേതിലും ഇന്നൽപ്പം കുറവുണ്ട് മോളെ. സരസ്വതിയമ്മ കുഞ്ഞോളെ നോക്കി കാലൊഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പച്ചിയും മായ്മോളും ഒന്നും എഴുന്നേറ്റിട്ടില്ല കേട്ടോ കുഞ്ഞോളെ. ഉണർന്നാൽ ദേ യാമി ഫ്ലാസ്കിൽ കാപ്പിയിട്ട് വെച്ചിട്ടുണ്ട്, അതൊന്ന് എടുത്തു കൊടുത്തേക്കണേ, മറന്നു പോകരുത്. സരസ്വതിയമ്മ അവളെ ഓർമ്മപ്പെടുത്തി. ഞാൻ കെടുത്തോളാം, സരസ്വതിയമ്മ പോയി കിടന്നോ, അമ്മയോട് ഞാൻ പറഞ്ഞോളാം. കുഞ്ഞോളും മെല്ലെ പറഞ്ഞതും സരസ്വതിയമ്മ അവളെ നോക്കി ഒരു നന്ദിയോടെ റൂമിലേക്ക് നടന്നു. വീട്ടുകാരും പറയാതെ എങ്ങനെയാ പോയി എന്ന് കിടക്കുക എന്നുള്ളൊരു വല്ലായ്മയിലായിരുന്നു അവർ അത്രയും നേരം. ഞാനൊന്ന് എഴുന്നേൽക്കാൻ അല്പം വൈകി, യാമിക്ക് ബുദ്ധിമുട്ടായോ? തിരിഞ്ഞു നിന്ന് കറി പാകമാക്കുകയായിരുന്നു യാമിയെ നോക്കി കുഞ്ഞോൾ മെല്ലെ ചോദിച്ചു. ഏയ് ഇല്ല, യാമി അവളെ നോക്കാതെ തന്നെ മറുപടി പറഞ്ഞു. യാമി. പെട്ടെന്നാണ് ഹാളിൽ നിന്നും അബിയുടെ വിളി കേട്ടത്. സിറ്റൗട്ടിൽ പത്രം വായിക്കുകയായിരുന്ന രാജശേഖരനും ഗാർഡനിൽ ചെടി നനയ്ക്കുന്ന സുഭദ്രാമയും അവൻ്റെ ഉറക്കെയുള്ള വിളിയിൽ പരസ്പരം ഒന്ന് നോക്കി. യാമി കുഞ്ഞോളെ നോക്കി വല്ലായ്മയോടെ ഒന്ന് ചിരിച്ചുകൊണ്ട് ഹാളിലേക്ക് പോകെ അവളുടെ ചുവന്ന് വീർത്ത മുഖം കണ്ട് കുഞ്ഞോൾ സംശയത്തോടെ അവളെ നോക്കി. ദാ ഈ മരുന്ന് 3 നേരം കഴിക്കണം, എന്നിട്ട് കുറവില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാട്ടോ. വർക്കൗട്ട് കഴിഞ്ഞ് വിയർപ്പിൽ കുതിർന്ന് നിൽക്കുന്നവൻ ട്രാക്ക് സൂട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും അവൾക്കുള്ള ടാബ്ലറ്റ് എടുത്തു കൊടുത്തുകൊണ്ട് കരുതലോടെ പറഞ്ഞു. യാമി നേർത്തൊരു ചിരിയോടെ അവൻ്റെ കയ്യിൽ നിന്നും മരുന്ന് വാങ്ങി ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു. ആബി അവളെ ഒന്ന് നോക്കിക്കൊണ്ട് റൂമിലേക്കും. എന്തു പറ്റി, വയ്യേ? യാമി അടുക്കളയിലേക്ക് തന്നെ വന്നതും കുഞ്ഞോട് ചോദിച്ചു. ചെറിയൊരു തലവേദന, യാമി മെല്ലെ പറഞ്ഞുകൊണ്ട് അവളുടെ ജോലി തുടർന്നു. നല്ല വേദനയുണ്ടോ? ഉണ്ടെങ്കിൽ പോയി കിടന്നോ, ഇത് ഞാൻ ചെയ്തോളാം. കുഞ്ഞോളി യാമിയുടെ അടുത്തേക്ക് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. അത്രയ്ക്കൊന്നുമില്ല അൻവി, ഞാൻ ഓക്കെയാണ്. യാമി മെല്ലെ പറഞ്ഞുകൊണ്ട് ജോലിയിലേക്ക് മുഴുകി. എന്തോ ഇന്നലെ വരെ തന്നോട് സംസാരിച്ചിരുന്ന യാമി അല്ല ഇപ്പോൾ ഉള്ളത് എന്ന് തോന്നി കുഞ്ഞോക്ക്. പിന്നെ തോന്നി വയ്യാത്തത് കൊണ്ടായിരിക്കുമെന്ന്. ജോലികളെല്ലാം യാമിയും കുഞ്ഞോളും ചേർന്നാണ് തീർത്തതെങ്കിലും യാമി മൗനം തന്നെയായിരുന്നു. കുഞ്ഞോളത് പലപ്പോഴും സംശയത്തോടെ ശ്രദ്ധിക്കുകയും ചെയ്തു.
ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ അഭി കൂട്ടി പോയിട്ട് വാ കേട്ടോ. എല്ലാവർക്കും ഒപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കെ രാജശേഖരൻ യാമയെ നോക്കി പറഞ്ഞു. യാമി അതിന് മെല്ലെ ഒന്ന് തലയാട്ടി. ഏട്ടനിന്ന് മില്ലിൽ പോകുന്നുണ്ടോ? രാജശേഖരൻ്റെ സഹോദരി ദേവായനി അയാളെ നോക്കി ചോദിച്ചു. പോണം. എന്തേ? രാജശേഖരൻ അവരെ നോക്കി സ്നേഹത്തോടെ ചോദിച്ചു. എനിക്ക് ഏട്ടനോടൊപ്പം സംസാരിക്കാനുണ്ടായിരുന്നു. ഇപ്പോഴല്ല, രാത്രി മതി. എന്തായാലും നാളെ വൈകിട്ട് പോകും മുന്നേ. ആ ആയിക്കോട്ടെ, നമുക്ക് രാത്രി സംസാരിക്കാം. ഇന്നിപ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയ സ്ഥിതിക്ക് ആ ബ്രോക്കർ നാരായണനെ ഒന്ന് കാണണം. ഇവളെ ഇനിയും ഇങ്ങനെ തനിച്ചാക്കാൻ കഴിയില്ല. പറ്റിയൊരാളെ കിട്ടിയാൽ എത്രയും പെട്ടെന്ന് കൈപിടിച്ച് കൊടുക്കണം. കഴിഞ്ഞതൊന്നും ഇനി ആലോചിക്കണ്ട. കുഞ്ഞോളെ ഒന്ന് നോക്കി രാജശേഖരൻ പറഞ്ഞതും വായിൽ വെച്ച ഭക്ഷണം ഇറക്കാനാവാതെ തറഞ്ഞിരുന്നു പോയി കുഞ്ഞോള്. യാമിയും ചെറിയൊരു പതർച്ചയോടെ കുഞ്ഞോളെ നോക്കി. ഇനിയും ഇവളെ കണ്ണിൽ കണ്ടവർക്ക് കൈ പിടിച്ചു കൊടുക്കാനാ ഭാവമെങ്കിൽ അത് നടക്കില്ല അച്ഛാ. അവൾക്ക് എന്താണോ ഇഷ്ടം അത് നടക്കൂ. മുകളിൽ നിന്നും പടിയിറങ്ങി വന്ന് ശിവ അച്ഛനെ നോക്കാതെ പറഞ്ഞുകൊണ്ട് നേരെ അടുക്കളയിലേക്ക് നടന്നു. ആ സ്വരം തൻ്റെ ഹൃദയനാളം ഒന്ന് മുറുക്കിയെങ്കിലും യാമി അവനെ തിരിഞ്ഞു നോക്കിയില്ല. കുഞ്ഞോള് പക്ഷേ കലങ്ങി ചുവക്കാറായ മെഴികളോടെ അവനെ തന്നെ നോക്കി. ഇവിടെ വന്നിരുന്ന് കഴിക്ക് ശിവ, അമ്മ എടുത്തു തരാം. സുഭദ്രാമ്മ സ്നേഹത്തോടെ അവനെ വിളിച്ചു. എനിക്ക് വേണ്ട. ശിവ അമ്മയെ നോക്കാതെ മറുപടി പറഞ്ഞുകൊണ്ട് സരസ്വതമ്മയുടെ റൂമിലേക്ക് നടന്നു. നീ ഒന്നും കഴിച്ചില്ലല്ലോ ശിവ, വാ വന്നിരുന്ന് കഴിക്കടാ. സുഭദ്രാമ്മയ്ക്ക് പിന്നാലെ ദേവായനി കൂടെ വിളിച്ചതും ശിവ മുന്നോട്ട് നടക്കാതെ അച്ഛനൊന്ന് മുഖം തിരിച്ചു നോക്കി. വാടാ മോനെ. ദേവായനി അത്രയും സ്നേഹത്തോടെ അവനെ പിന്നെയും വിളിച്ചു. ശിവ ഒന്നും മിണ്ടാതെ അവർക്കടുത്തേക്ക് വന്നിരുന്നതും രാജശേഖരൻ്റെ നോട്ടം അത് അവനിൽ തന്നെയായിരുന്നു. താൻ വിളിച്ചിട്ട് വരാതെ ദേവായനി വിളിച്ചപ്പോൾ ഒരക്ഷരം എതിർത്തു പറയാതെ കഴിക്കാൻ വന്നിരിക്കുന്നവനെ കാണെ സുഭദ്രാമ്മയുടെ നെഞ്ചൊന്ന് വിങ്ങി. ആ വിങ്ങലോടെ തന്നെ അവർ തൻ്റെ ഭർത്താവിനെ ഒന്ന് നോക്കി. ഞാൻ നാരായണേട്ടനോട് ഉച്ച തിരിഞ്ഞിങ്ങ് വരാൻ പറഞ്ഞിട്ടുണ്ട് അങ്കിൾ. അഞ്ജു ശേഖരനെ നോക്കി സൗമ്യമായി പറഞ്ഞു. അവൾക്കിഷ്ടമില്ലാത്തൊന്നും ഇനി നടത്തില്ലെന്ന് ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലടാ. ശിവയുടെ കണ്ണുകൾ അജുന് നേർക്ക് ജ്വലിച്ചു. വഴക്ക് വേണ്ട ശിവ, ഇവളുടെ ഇഷ്ടം നോക്കിയിട്ടേ കാര്യങ്ങൾ തീരുമാനിക്കൂ. വല്ലപ്പോഴും തങ്ങൾക്കൊപ്പം കഴിക്കാൻ വന്നിരിക്കുന്നവർ ദേഷ്യം പിടിച്ച് നിമിഷങ്ങൾ വഷളാക്കേണ്ട എന്ന് കരുതി അഭി പെട്ടെന്ന് പറഞ്ഞു. അവൾക്കിഷ്ടമെന്ന് നിങ്ങളല്ല അവൾ പറയണം. ശിവ കുഞ്ഞോളെ ഒന്ന് കടുപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞതും കുഞ്ഞു വല്ലായ്മയോടെ മുഖം കുനിച്ചു. കുഞ്ഞോളിൽ നിന്നും നോട്ടം മാറ്റുമ്പോഴാണ് അവൻ്റെ കണ്ണുകൾ അവൾക്കടുത്തിരിക്കുന്ന യാമിയൊന്ന് നോക്കിയത്. ആരെയും നോക്കാതെ തല താഴ്ത്തിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നവളെ കാണാൻ ശിവ തലേന്നത്തെ അതേ ദേഷ്യത്തോടെ തന്നെ അവളിൽ നിന്നും മുഖം തിരിച്ചു. പിന്നെ അവരെക്കാളും മുൻപ് കഴിച്ചെണീറ്റുകൊണ്ട് വേഗം അടുക്കളയിലേക്ക് ചെന്നു. അവിടെ സരസ്വതിയമ്മ കാൽ നീട്ടിവെച്ച് ഏതോ തൈലം പുരട്ടുകയാണ്. ഒറ്റ കൈകൊണ്ട് തേക്കാതെ കുഞ്ഞോളെ വിളിച്ചൊന്ന് തേച്ച് തരാൻ പറയേണ്ട സരസോ. ശിവ അവരെ നോക്കി തെല്ല് ദേഷ്യത്തോടെ തന്നെ പറഞ്ഞുകൊണ്ട് അടുക്കള മുറ്റത്തേക്കിറങ്ങി സച്ചുൻ്റെ വീട്ടിലേക്ക് നടന്നു. എന്നിട്ട് അവളൊന്നും പറഞ്ഞില്ലേടാ? സച്ചു വല്ലാത്തൊരു വിങ്ങലോട് ചോദിച്ചു. എന്ത് പറയാൻ, മൂങ്ങിയെ പോലെ കണ്ണു നിറഞ്ഞിരിക്കുന്നുണ്ട്. അല്ലെങ്കിലും അച്ഛൻ ഉറപ്പാ അവൾ അച്ഛൻ പറഞ്ഞതേ അനുസരിക്കുമെന്ന്. അതാ എന്നോടൊന്ന് തർക്കത്തിന് വരുന്നത്. ശിവ എറുമാടത്തിനുള്ളിലേക്ക് ചാഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞു. പേടിച്ചിട്ടാടാ പാവം, സച്ചു അലിവോട് പറഞ്ഞു. ആ അതും പറഞ്ഞിരുന്നോ? അവളെ കെട്ടാനുള്ള യോഗം നിനക്കില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ശിവ മറ്റെങ്ങോ നോക്കി അലസമായി പറഞ്ഞു. അങ്ങനെ പറയില്ലടാ, അവൾക്ക് പേടിയായിട്ടാ. പക്ഷെ ആ പേടി ഞാനൊന്ന് കുറച്ചു നേരം അടുത്തിരുന്ന് സമാധാനിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. നീയൊന്ന് അവളെ കൂട്ടി തേക്കിൻ കാട്ടിലേക്ക് വാ, ഞാൻ സംസാരിച്ചോളാം അവളോട്. ഫോണില്ലേ കയ്യിൽ? വിളിച്ചു പറ സംസാരിക്കാനുണ്ടെന്ന്. ശിവ അവനെ കടുപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ വിളിച്ചു, ഇന്നലെ രാത്രി മുതൽ വിളിക്കുക. കിട്ടണ്ടേ? ഓഫാണെന്നാ പറയുന്നത്. അതുകൊണ്ടല്ലേ നിന്നോട് പറഞ്ഞേ. ഇനി വീട്ടിലേക്ക് പോകാൻ മടിയാണെങ്കിൽ യാമിയുടെ കയ്യിൽ ഫോണുണ്ടെന്നല്ലേ പറഞ്ഞത്. അവളെ വിളിച്ചു പറ അനുനെ കൂട്ടി അങ്ങോട്ട് വരാൻ. സച്ചു ശിവയുടെ അടുത്തേക്ക് ചേർന്നിരുന്നു കൊണ്ട് പറഞ്ഞു. ആ മരയൊന്നിൻ്റെ കാര്യം മിണ്ടി പോകരുത് നീ. യാമിയുടെ പേര് കേട്ടതും സച്ചുന് നേരെ വിരൽ ചൂണ്ടി കലിയോടെ പറഞ്ഞതും സച്ചു അവനെ കണ്ണു മിഴിച്ചു നോക്കി. എന്താടാ, എന്തു പറ്റി? തന്നെ കൈയൊങ്ങി തല്ലാൻ വരുന്നവനെ കാണാൻ പിന്നോട്ട് അഞ്ഞുകൊണ്ടവൻ സംശയത്തോടെ ചോദിച്ചു. പറ്റാൻ ഇനി ഒന്നുമില്ല. അവൾക്ക് ശരിക്കും ഭ്രാന്താടാ. ഏതു നേരം സ്വഭാവം മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. ശിവ തല കുടഞ്ഞൊരു ഈർഷ്യയോടെ പറഞ്ഞു. നീ പ്രശ്നം പറ, അവൾ എന്ത് ചെയ്തു? സച്ചു എൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. പ്രശ്നമൊന്നുമില്ല, വെറുതെ ഇരുന്ന് മൂങ്ങുന്നു. ഞാൻ ചതിയനാ, സ്വന്തം കാര്യം മാത്രം നോക്കുന്നവനാ. അങ്ങനെ വായിൽ തോന്നുന്നത് എന്തൊക്കെയോ പറയുന്നവരാ.
ചെകിടടയ്ക്കൊന്ന് കൊടുക്കാൻ എൻ്റെ കൈ തരിച്ചതാ. പിന്നെ ഒന്നും ചെയ്യാതെ തന്നെ മൂങ്ങിയിരിക്കുന്നവർക്കൊന്ന് കൊടുത്തുകൂടെ ചെയ്ത ആ വീട് തന്നെ അവൾ തല തിരിച്ചിടുന്നു എന്നോർത്ത. ശിവ ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടോട് ചേർത്ത് കൊണ്ട് പറഞ്ഞു. ഒരാൾ വെറുതെ കരയോ? നീ എന്തെങ്കിലും പറഞ്ഞു കാണും. യാമി അത്ര പെട്ടെന്ന് കരയുന്ന ടൈപ്പ് കുട്ടിയൊന്നും അല്ല. സച്ചു ശിവയെ ശരിക്കൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഓ, കരയാത്ത കുട്ടിയെ ഞാൻ ഇന്നലെ ശരിക്ക് കണ്ടു. സച്ചു യാമിയെ സപ്പോർട്ട് ചെയ്ത് തൊട്ടും പിടിക്കാത്ത പോലെ അവൻ പുച്ഛത്തോടെ പറഞ്ഞു. നീ എന്ത് പറഞ്ഞിട്ട് അവൾ കരഞ്ഞേ? അത് പറ. സച്ചു ചോദ്യത്തോടെ അവനെ നോക്കി. ഞാനൊന്നും പറഞ്ഞില്ല. പഠിക്കാനല്ലേ US പോകുന്നത്? അത് അവിടുന്ന് പഠിക്കാതെ ഇവിടെ നിന്നും പഠിച്ചെന്ന് ചോദിച്ചു. ശിവ തീർത്തും അലസമായി പറഞ്ഞു. ശരിക്കും ഈ ഡയലോഗ് ഇങ്ങനെ തന്നെയാണോ നീ പറഞ്ഞത്? അതോ? സച്ചു സംശയത്തോടെ അവനെ നോക്കി. ഡയലോഗ് ഇങ്ങനെയെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ പറഞ്ഞ കാര്യം ഇത് തന്നെ. 6 മാസം കഴിയാതെ പോകാൻ ഒക്കില്ല. അന്ന് കിട്ടിയ അഡ്മിഷൻ റിജക്റ്റ് ചെയ്ത് അവർക്ക് ഞാൻ മെസ്സേജ് അയച്ചു എന്നും പറഞ്ഞു. ബെസ്റ്റ്. അപ്പം അവൾ കരഞ്ഞതിൽ കാര്യമുണ്ട്. ഒന്നുമില്ലെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ കുട്ടിയുടെ അവസ്ഥ നോക്കേണ്ടേ നീ? സച്ചു ഒരു കുറ്റപ്പെടുത്തലോടെ അവനെ നോക്കി ചോദിച്ചു. എന്തവസ്ഥ? അവൾക്ക് പഠിക്കണമെങ്കിൽ ഞാനിവിടെ എവിടെയെങ്കിലും അഡ്മിഷൻ റെഡിയാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. അവൾക്ക് അതൊന്നും പറ്റുന്നില്ല. അവൾക്ക് ആരുമില്ല, അവകാശപ്പെടാനൊന്നുമില്ല. അങ്ങനെ ഏതാണ്ട് കഞ്ചാവടിച്ച് കിറുങ്ങിയ പോലെ പറയുന്നത് കേട്ടു. ശിവ ഒന്നും അത്ര കാര്യമല്ലാത്ത ഭാവത്തിൽ അലസമായി പറഞ്ഞതും സച്ചു അവനെ ഒരു ദീർഘനിശ്വാസത്തിൽ നോക്കി. എന്തേ? ആ നിശ്വാസം കാണെ ശിവ അവനെ നോക്കി പുരുകമുയർത്തി. എൻ്റെ പൊന്നു ശിവ, ആ പെണ്ണിന് അമ്മയില്ല, അച്ഛനില്ല, സഹോദരങ്ങളില്ല. ആകെയുള്ളത് കെട്ടിയ അന്ന് തന്നെ അവളെ വേണ്ടെന്ന് പറഞ്ഞൊരു പരമനാറി ഭർത്താവ്. പരമനാറി നിൻ്റെ? ഓ, അതാരാണെന്ന് ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാം. നീ അത് വിടും. എന്നിട്ട് ഇത് കേൾക്ക്. ഇങ്ങനെ ജീവിതം തന്നെ ഇല്ലാതെ നിൽക്കുന്ന ആ പെണ്ണിനെ ഈ നാട് വിട്ട് വേറെ എവിടെയെങ്കിലും പോയി എല്ലാം മറന്ന് സ്വസ്ഥമായി ജീവിക്കണമെന്ന് തോന്നുന്നതിൽ തെറ്റ് പറയാൻ ദൈവത്തിന് പോലും പറ്റില്ല. അപ്പം ആ പോക്ക് നടക്കില്ലെന്ന് നീ പറഞ്ഞ അവൾ നെഞ്ചത്തടിച്ച് കരയല്ലാതെ പിന്നെന്ത് ചെയ്യും? നീ പറ. സച്ചു ചോദ്യത്തോടെ ശിവയെ നോക്കി. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ തന്നെയല്ലേ ഞാനും നോക്കുന്നത്. രണ്ടാൾക്കും ഡിവോഴ്സ് വേണ്ടേ? അത് കയ്യിൽ കിട്ടിയാൽ പിന്നെ അവൾക്ക് എവിടെ വേണേലും ധൈര്യമായിട്ട് പൊക്കൂടെ? അതെന്താ അവൾ ചിന്തിക്കാത്തത്? ശിവ തിരിച്ചൊരു ചോദ്യത്തോടെ സച്ചുവിനെ നോക്കി. അവൾക്ക് ഡിവോഴ്സ് വേണമെന്ന് അവൾ നിന്നോട് പറഞ്ഞോ? സച്ചു ശിവയുടെ കണ്ണിലേക്ക് ഒറ്റ നോക്കിക്കൊണ്ട് ചോദിച്ചു. ആ ചോദ്യം കേൾക്കെ ശിവയുടെ കണ്ണുകളിലെ കൃഷ്ണമണികളുടെ ചലനം ഒന്ന് പതറി. അവൻ വല്ലാത്തൊരു കൂർമ്മതയോടെ സച്ചുൻ്റെ കണ്ണിലേക്ക് നോക്കി. അവൾക്ക് ഡിവോഴ്സ് വേണ്ട ശിവ. സച്ചു സ്വല്പം സൗമ്യമായി അവനോട് പറഞ്ഞു. പിന്നെ? ശിവ സച്ചുൻ്റെ കണ്ണിലേക്ക് ഒറ്റ നോക്കി. നിന്നെപ്പോലെയല്ല, അതൊരു പെണ്ണാണ്. അവളുടെ മനസ്സെന്താണെന്ന് അവൾക്കല്ലാതെ മറ്റാർക്കെങ്കിലും അറിയുമെങ്കിൽ അത് ദൈവത്തിന് മാത്രമാണ്. നോക്ക്, നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറയല്ല ഞാൻ. അവൾക്ക് ആവശ്യം ഡിവോഴ്സ് അല്ല, പകരം എവിടെയെങ്കിലും സുരക്ഷിതമായി ആരെയും പേടിക്കാതെ ജീവിക്കുക എന്നതാണ്. ഇവിടെ അവൾ സുരക്ഷിതയല്ലേ? ആണ്. പക്ഷെ എത്രയായാലും അവൾ നിൽക്കുന്നത് ഒരു ബന്ധവും അവകാശവും ഇല്ലാത്ത ഒരു വീട്ടിലല്ലേ? ആത്മാഭിമാനമുള്ള ആർക്കും തോന്നില്ലടാ ആർക്കും ബുദ്ധിമുട്ടാവാതെ ജീവിക്കണമെന്ന്. ഒന്നും വേണ്ട. അവളുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിലോ ഇങ്ങനെ നിൽക്കുമോ? പറ. സച്ചും അത്രയും കാര്യമായി ചോദിച്ചതും ശിവയ്ക്ക് താനവളോട് സംസാരിച്ച വിധം ശരിയായില്ല എന്നൊരു തോന്നലുണ്ടായി. അവനൊന്നും മിണ്ടാതെ സിഗരറ്റ് ആഞ്ഞു പുകച്ചു കൊണ്ടിരുന്നു. അല്ല, നീ ശരിക്കും അവളുടെ അഡ്മിഷൻ റിജക്റ്റ് ചെയ്ത് മെയിൽ അയച്ചോ? സച്ചു സംശയത്തോടെ ചോദിച്ചതും ശിവ അവനെ മുഖം ചെരിച്ചൊന്ന് നോക്കി. ഇല്ല അല്ലേ? ആ നോട്ടം മതിയായിരുന്നു സച്ചുവിന് അവൻ്റെ മറുപടി അറിയാൻ. അവൻ ചെറിയൊരു ചിരിയോടെ അവനെ നോക്കി. അവളുടെ റിയാക്ഷൻ അറിഞ്ഞിട്ട് ചെയ്യാമെന്ന് കരുതി. ശിവ മറ്റെങ്ങോ നോക്കി പറഞ്ഞു. ഇപ്പോൾ അറിഞ്ഞില്ലേ, ഇനി എന്താ പ്ലാൻ? സച്ചു അവൻ്റെ തോളിലൂടെ കൈയിട്ട് അവനിലേക്ക് ചാഞ്ഞുകൊണ്ട് ചോദിച്ചു. ഒരു സോറി പറഞ്ഞ് മയത്തിൽ ഒന്നുകൂടി ഒന്ന് സംസാരിച്ച് നോക്കാമല്ലേ? ശിവ ചോദ്യത്തോടെ അവനെ നോക്കി. ആ, അതാണ്. പാവാടാ, നീ ഇത്തിരി സൗമ്യമായി കാര്യങ്ങൾ പറ. അവൾക്ക് മനസ്സിലാവും. ഒന്നുമില്ലെങ്കിലും അന്നാ കെട്ടിയ താലി അവൾ നീ പറഞ്ഞ ഒറ്റ വാക്കിൽ അയച്ചു കളഞ്ഞില്ലേ? അതിനാരും ഇല്ലടാ, പാവം. സച്ചു മനസ്സ് നിറഞ്ഞ സഹതാപത്തോടെ പറഞ്ഞതും ശിവയുടെ മനസ്സും അവൾക്ക് വേണ്ടി ഒന്ന് അലിഞ്ഞു. ആ, അത് ഞാൻ സംസാരിക്കാം. നീ ഇത് നോക്ക്. ആ നാരായണേട്ടനെ എവിടെ കണ്ടാലും വിടരുത്, പൊക്കിക്കോ. അച്ഛൻ ചോദിച്ചാൽ ഈ പഞ്ചായത്തിലോ അടുത്ത ജില്ലയിലോ തന്നെ അവളെ കെട്ടാൻ ചെക്കനില്ലെന്ന് പറയാൻ പറ. അല്ലെങ്കിൽ അവളോടൊന്ന് സംസാരിച്ച് നേരെ വീട്ടിലേക്ക് അങ്ങ് പോരെ. എന്നിട്ട് ആദ്യം മര്യാദയ്ക്കൊന്ന് ചോദിച്ചു നോക്ക്. തന്നില്ലേ നീ അവളെ അങ്ങ് കൊണ്ടുപോയിക്കോ. ഇനിയും എത്ര കാലമെന്ന് വെച്ചാൽ ഇങ്ങനെ? സച്ചുവിനെ നോക്കി കാര്യമായി പറയുന്നതിനൊപ്പം ഏറുമാടത്ത് നിന്നും ചാടിയിറങ്ങി കയ്യിലെ സിഗരറ്റ് താഴെയിട്ട് അത് കാലുകൊണ്ട് ചവിട്ടി ഞെരിച്ചു കൊണ്ടവൻ പറഞ്ഞു.
ഞാൻ വിളിച്ചാ അവൾ വരില്ലേടാ. സച്ചു നെഞ്ചിരിപ്പോടെ ശിവയെ നോക്കി. വന്നില്ലേ അവളെ അവളുടെ പാട്ടിന് വിട്ടേക്ക്. അല്ല പിന്നെ ഒരു തെറ്റ് പറ്റിയെന്ന് കരുതി എത്രയെന്ന് വെച്ചാൽ ഇങ്ങനെ എൻ്റെ പെങ്ങളായി പോയി. വേറെ വല്ലവളുമാരുമായിരുന്നേ നിന്നെക്കൊണ്ട് ഞാനൊരു കൊല്ലം മുന്നേ പെണ്ണ് കെട്ടിച്ചേനെ. ശിവ മുന്നോട്ട് നടന്നുകൊണ്ട് പറഞ്ഞു. അതിന് ഞാൻ സമ്മതിക്കേണ്ടേ? സച്ചു ചിരിയോടെ ചോദിച്ചുകൊണ്ട് അവന് പിന്നാലെ ചെന്നു. നീ സമ്മതിക്കാതെ പിന്നെ നീ പറഞ്ഞപ്പോൾ ഞാൻ ആ നരുന്തിനെ കെട്ടിയില്ലേ? ശിവ ചൗര്യത്തോടെ അവനെ നോക്കി. അത് നിന്റെ കരിങ്കാല് പോലത്തെ ഹൃദയത്തിൽ ഒരുത്തിയും ഇന്നേ വരെ സ്ഥാനം പിടിച്ചിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടല്ലേ. അതുപോലെയാണോ ഞാൻ? എൻ്റെ ഈ നെഞ്ചിൽ ഒരുത്തി സ്ഥാനം ഉറപ്പിച്ചിട്ട് 5-6 വർഷമായി. സച്ചു അവൻ്റെ തോളിലൂടെ കൈയിട്ട് അവനെ പിടിച്ചൊന്ന് കുലുക്കി ചിരിയോടെ പറഞ്ഞു. ഓ, അപ്പോൾ ഒഴിവുള്ളിടം കണ്ട് കയറ്റിയിരുത്തിയതാ എൻ്റെ മോൻ അല്ലേ? ശിവ അലസമായി മുന്നോട്ട് നടന്നുകൊണ്ട് ചോദിച്ചു. അങ്ങനെയല്ല, ഒരാഗ്രഹം. ഇവിടെ ഒരുത്തി ഉണ്ടേ നന്നായേനേന്ന്. പിന്നെ യാമി നല്ല കുട്ടിയല്ലേ, സ്വന്തം എന്ന് പറയാൻ ആരുമില്ലാത്തൊരു പെണ്ണ്. അവൾക്ക് സ്വന്തമായി ഈ വെട്ടുപോത്തിനെ അങ്ങ് കൊടുത്താൽ നീ മാത്രമാകൂ ആ പെണ്ണിനെ ലോകം എന്ന് തോന്നി. പിന്നെ ഈ ബന്ധം ഒന്നുകൊണ്ടും ആരും എതിർത്ത് പറയില്ലെന്നും തോന്നി. അതാ പിടിച്ചു കെട്ടിച്ചത്. പക്ഷെ വെട്ടുപോത്ത് എന്നും വെട്ടുപോത്തേ ആവൂ എന്ന് ഞാൻ ഓർക്കണമായിരുന്നു. തെറ്റുപറ്റി മോനെ. അവളല്ല, സ്വർഗത്തിൽ നിന്ന് ഒരുത്തി നേരിട്ട് വന്നാലും ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞ് നീ നിന്റെ ഹൃദയവാതിൽ അടയ്ക്കുമെന്ന് ഞാൻ മനസ്സിലാക്കണമെന്നായിരുന്നു. ശിവയുടെ ഇടനെഞ്ചിൽ മെല്ലെ ഒന്ന് തട്ടിക്കൊണ്ടവൻ ഒരു താളത്തിൽ ഇത്തിരി നാടകീയമായി പറഞ്ഞതും ശിവ അതൊന്നും തന്നോടേ അല്ല എന്നൊരു ഭാവത്തിൽ അലസമായി മുന്നോട്ട് നടന്നു. എന്നാലും ഹൃദയത്തിൽ എവിടെയൊക്കെയോ ഒരു നനുത്ത കാറ്റ് വീശുന്നത് പോലെ. നീ എന്താടാ ഇങ്ങനെ? സച്ചു അവനെ നോക്കി ചിരിയോടെ ചോദിച്ചു. ഞാൻ ഇങ്ങനെയാണ്, ശിവ മറുപടിയും കൊടുത്തു. ഇതിപ്പോൾ എത്രാമത്തെ താണയമ്മേ ഈ തൈലം തേക്കുന്നേ? ഭേദമില്ലെങ്കിൽ ഞാൻ അഭിയേട്ടനോട് പറയാം, അല്ലെങ്കിൽ അങ്കിളിനോടോ ആൻറ്റിയോടോ പറയാം. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. കാലിൻ്റെ വേദന കാരണം കണ്ണ് നിറച്ചിരിക്കുന്ന സരസ്വതിയമ്മയെ നോക്കി യാമി അലിവോടെ പറഞ്ഞു. സഹിക്കാൻ കഴിയാത്തത്ര വേദനയുണ്ടെന്ന് ആ മുഖം കണ്ടാലറിയാം. കണ്ണൊക്കെ നിറഞ്ഞു തുളുമ്പുന്നുണ്ട്. കണ്ടിട്ട് യാമിക്കൊട്ടും സഹിക്കാനായില്ല. അതൊന്നും വേണ്ട മോളെ, അവരൊക്കെ ഓരോ ജോലി തിരക്കിലല്ലേ, ഇതങ്ങ് മാറിക്കോളും. എൻ്റെ മോള് മെല്ലെ ഒന്ന് ഒഴിഞ്ഞു തന്നാൽ മതി. അമ്മയ്ക്ക് കൈ അടയ്ക്കുന്നു. അതാ. വല്ലാത്തൊരു വിങ്ങലോടെ അവർ പറഞ്ഞതും സ്വരം അറിയാതെ ഇടറി തുടങ്ങിയിരുന്നു. വേണ്ട, ഇത് ഒഴിഞ്ഞാലൊന്നും ശരിയാവില്ല. ഞാൻ അബേട്ടനെ വിളിക്കാം. കണ്ടു നിൽക്കാനാവാതെ അവൾ ഫോണെടുത്ത് അബിയെ കോൾ ചെയ്തു. വിളിച്ചാൽ ഓടിയെത്തുമെന്ന് ഉറപ്പുള്ളൊരുത്തൻ മനസ്സിലുണ്ടായിട്ടും എന്തോ മനസ്സിലെ വാശി അതിന് സമ്മതിച്ചില്ല. ഹലോ അബേട്ടാ. യാമി പറ, എന്താ വിളിച്ചത്? ഓഫീസിൽ തൻ്റെ ഏതോ ഫയൽ നോക്കിക്കൊണ്ടിരുന്നവൻ ഏറെ സൗഹൃദത്തോടെ അന്വേഷിച്ചു. അബേട്ട ഒന്നിവിടം വരെ വരുമോ? അമ്മയ്ക്ക് തീരെ വയ്യ, കാലനക്കാൻ തന്നെ വയ്യ. ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവോ പ്ലീസ്? യാമി ഒരു അപേക്ഷ പോലെ പറഞ്ഞതും അവളെ നോക്കി നിന്ന സരസ്വതിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആണോ? എടോ, ഞാനിപ്പോൾ ഒരു മീറ്റിംഗ് കയറാൻ നിൽക്കാം. ഒരു 2 മണിക്കൂറാവും കഴിയാൻ. കഴിയുന്നതും പെട്ടെന്ന് വരാൻ ശ്രമിക്കാം. എന്നിട്ട് നമുക്ക് പോകാം ഹോസ്പിറ്റലിലേക്ക്, ഓക്കെ? അബി അവൻ്റെ കയ്യിലെ വാച്ചിലേക്കൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞതും യാമി മെല്ലെ ഒന്ന് മൂളിക്കൊടുത്തു. അരികിലിരിക്കുന്ന അമ്മയുടെ മുഖം കാണെ ഇല്ല, പറ്റില്ല, ഇപ്പോൾ പോകണമെന്ന് പറയണം എന്ന് അവൾക്കുണ്ട്. പക്ഷെ അങ്ങനെ പറയാൻ താനാരാണ്? യാമി പെട്ടെന്ന് ഫോൺ വെച്ചു. അബേട്ടനൊരു മീറ്റിങ്ങിലാണ്, അത് കഴിഞ്ഞാൽ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. യാമി സരസ്വതിയമ്മയെ നോക്കി അലിവോടെ പറഞ്ഞു. അല്ലെങ്കിലും ആ കുഞ്ഞൊരു പാവമാണ്, അത് വരും. സരസ്വതിയമ്മ സ്നേഹത്തോടെ പറഞ്ഞു. സരസു, ഒരു ഗ്ലാസ് വെള്ളം എടുത്തേ. എങ്ങോട്ടോ പോകാനായി ഒരുങ്ങിയിറങ്ങിയ ശിവ അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞതും യാമി സരസ്വതിയമ്മയൊന്ന് നോക്കി. ഇത്തിരി വെള്ളം എടുത്തു കൊടുത്തേ മോളെ. അവരവളെ നോക്കി മെല്ലെ പറഞ്ഞതും യാമി മെല്ലെ അവർക്ക് അടുത്തു നിന്നും അടുക്കളയിലേക്ക് നടന്നു. കയ്യിലെ പടി തൈലം ആയതുകൊണ്ട് തന്നെ യാമി ആദ്യം ചെന്ന് കൈ നന്നായി കഴുകി. ശേഷം ഒരു ഗ്ലാസ് എടുത്ത് അതിൽ വെള്ളം എടുക്കെ വെറുതെ ഹാളിലേക്ക് നോക്കി. റോയൽ ബ്ലൂ കളർ ഷർട്ടും സാൻ പാൻസും ധരിച്ച് തികച്ചും ഓഫീഷ്യൽ ലുക്കിൽ എങ്ങോട്ടോ കാര്യമായി പോകാൻ ഒരുങ്ങിയിറങ്ങി വന്നതാണവൻ. യാമി മെല്ലെ വെള്ളവുമായി ഹാളിലേക്ക് ചെന്നു. വെള്ളം കയ്യിൽ കൊടുക്കാതെ ഗ്ലാസ് ടേബിളിൽ വെച്ചുകൊണ്ട് അവൾ മെല്ലെ പറഞ്ഞതും ശിവ പെട്ടെന്ന് അവളെ തിരിഞ്ഞു നോക്കി. ഇന്നലത്തെ ആ പ്രശ്നം കാരണം അവളുടെ മുഖം ഒരു 10 കൊട്ടയുണ്ട്. പോകാം ശിവ. യാമി നോക്കി നിന്ന ശിവയുടെ അടുത്തേക്ക് പെട്ടെന്നാണ് അവൻ്റെ അപ്പച്ചി ദേവാനി എങ്ങോട്ടോ പോകാനായി ഒരുങ്ങി വന്നത്. സരസു എന്തേടി? ശിവ അപ്പച്ചി നോക്കിയൊന്ന് മൂളിക്കൊണ്ട് യാമിയോട് ചോദിച്ചു. കിടക്കുന്നു.
ഒന്നും മിണ്ടാതെ പോകാനാണ് തോന്നിയത് എങ്കിലും അടുത്ത് ദേവായനി ഉള്ളതുകൊണ്ട് തന്നെ അവൾ അത്രമാത്രം പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് തന്നെ നടന്നു. കിടക്കേ, കാലുവേദന മാറിയില്ലേ? ശിവ അവൾക്ക് പിന്നാലെ ചോദ്യത്തോടെ വന്നു. ഒപ്പം തന്നെ അവളെ മറികടന്ന് സരസ്വതിയമ്മ കിടക്കുന്ന റൂമിലേക്ക് നടന്നു. വന്നു നോക്കുമെന്ന് ഉറപ്പായിരുന്നു. കാരണം എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടവന് പ്രിയപ്പെട്ടതാണെന്നവരെന്ന് അവൾക്കറിയാം. എന്ത് പറ്റി സരസു? കാല് നീവരുന്നില്ലേ? ശിവ കളിയാക്കിയ ഒരു ചോദ്യത്തോടെ റൂമിലേക്ക് കടന്നതും വേദന സഹിച്ചു പിടിച്ചുള്ള അവരുടെ ഇരിപ്പും നിറഞ്ഞ കണ്ണുകളും കണ്ടൊന്ന് തമ്പിച്ചു നിന്നുപോയി. ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് രുദ്രൻ കുഞ്ഞെ, വെള്ളം ഇപ്പോൾ എടുത്തു തരും. അവൻ വെള്ളം കിട്ടാതെ തന്നെ അന്വേഷിച്ചു വന്നതാണെന്ന് കരുതി കാല് മേലെ ഒഴിയുന്നതിനൊപ്പം അവനെ മുഖം ഉയർത്തി നോക്കാതെ അവർ പെട്ടെന്ന് പറഞ്ഞു. ഇതെന്താ വയ്യേ? മരുന്ന് കുടിച്ചില്ലേ? ശിവ സംശയത്തോടെ അവരെ നോക്കി ചോദിച്ചു. ഒപ്പം തൊട്ട് പിന്നാലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. യാമ അവിടെ ഇല്ലെന്ന് കണ്ടതും ശിവ മുറുകിയ മുഖത്തോടെ അടുക്കളയിലേക്ക് തന്നെ നടന്നു. ശിവയുടെ മുഖഭാവം ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ അവൻ വന്നതും പോയതും തന്നോട് ചോദിച്ചതും ഒന്നും അവർ വലിയ കാര്യമായി ശ്രദ്ധിച്ചില്ല. വയ്യെന്നറിഞ്ഞ വാ തുറന്ന് പറയാൻ അറിയില്ലേടി നിനക്ക്? അടുക്കളയിലേക്ക് തിരിച്ചു വന്നവൻ വാതിൽപ്പാടിയിൽ ചാഞ്ഞു നിൽക്കുന്ന യാമിയെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു. യാമിയൊന്നും മിണ്ടിയില്ല. കുഞ്ഞോളെ. ഒന്നും മിണ്ടാതെ നിൽക്കുന്നവളെ നോക്കി പല്ലി ഞെരിച്ചു കൊണ്ടവൻ കുഞ്ഞോളുടെ റൂമിന് നേർക്കൊരലർച്ചയായിരുന്നു. പിന്നെ വീടടക്കം മുഴങ്ങി ആ സ്വരം യാമി കണ്ണുകൾ ഇറുക്കി അടച്ചുപോയി. എന്താ ശിവ, എന്തിനാ ഇപ്പോൾ അവളെ? ദേവായിനി അവനെ നോക്കി ചോദിച്ചതും ശിവ അവർക്ക് മറുപടി കൊടുക്കാതെ അടുത്ത് മിണ്ടാതെ നിൽക്കുന്നവളെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് കുഞ്ഞോളുടെ റൂമിന് നേർക്ക് തന്നെ നോക്കി. കുഞ്ഞോളൊരു പിടിച്ചിലോടെ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നതും കലിയോടെ അവളെ നോക്കുന്ന ശിവയെയാണ് കാണുന്നത്. ഒരാളിവിടെ കിടന്ന് ചത്താലും നീയൊന്നും തിരിഞ്ഞു നോക്കിയില്ലേടി? അവളുടെ അടുത്തേക്ക് ചെന്ന് കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചതും കുഞ്ഞോളൊരു പകപ്പോടെ അവനെ നോക്കി. യാമിയുടെ കണ്ണുകളും ആ കാഴ്ചയിലൊന്നും മെഴിഞ്ഞു. ദേഷ്യപ്പെടുമെന്ന് കരുതിയിരുന്നു. പക്ഷേ കുഞ്ഞോളോട് ആ ദേഷ്യം ഇത്ര രൂക്ഷമായി പ്രകടിപ്പിക്കുമെന്നവൾ ഒരിക്കലും ഓർത്തില്ല. എന്താ ഏട്ടാ, സരസ്വതിയമ്മയുടെ കാര്യമാണോ? ഞാൻ ഉച്ചയ്ക്ക് പോയി ചോദിച്ചതാ ആശുപത്രിയിൽ പോകണമെന്ന്. പോണ്ടാന്ന് പറഞ്ഞു. അതാ. അവൻ്റെ ആ ദേഷ്യം മുൻപും കണ്ടിട്ടും അറിഞ്ഞിട്ടും ഉണ്ടെന്നൊരു ഭാവത്തിൽ കുഞ്ഞോൾ അവളോട് ഭാഗം പറഞ്ഞു. എനിക്ക് വയ്യ, ഹോസ്പിറ്റലിൽ പോകണമെന്ന് നിന്നോട് വാ തുറന്ന് പറയാൻ അത് നിന്നെ പ്രസവിച്ച അമ്മയല്ലേടി. ആവശ്യം അറിഞ്ഞ് വേണ്ടത് ചെയ്യണം. അവളിലെ പിടിവിട്ട് മേശയുടെ മേലെ നിന്നും കാറിൻ്റെ കീയെടുത്ത് പുറത്തേക്ക് നടന്നുകൊണ്ടവൻ പറഞ്ഞു. കുഞ്ഞോള് വേഗം അടുക്കളയിലേക്ക് ഓടി. ഒട്ടും വയ്യേ? ഏട്ടൻ ദേഷ്യപ്പെട്ടതിലൊന്നും യാതൊരു പരിഭവവും കാണിക്കാതെ സരസ്വതിയമ്മയുടെ അടുത്തേക്ക് ഓടിക്കൊണ്ടവൾ യാമയോട് ചോദിച്ചു. വയ്യ. യാമ അവളെ നോക്കി മെല്ലെ പറഞ്ഞുകൊണ്ട് മുറ്റത്തേക്ക് പോയവനെ ഒന്ന് നോക്കി. കാർ സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേൾക്കാം. ദേവായിനി അമ്മ ഒരു നിശ്വാസത്തോടെ അവരുടെ ബാഗും എടുത്ത് പുറത്തേക്ക് നടക്കെ യാമി തിരിഞ്ഞ് സരസ്വതിയമ്മയുടെ റൂമിലേക്ക് നടക്കാനൊരുങ്ങുമ്പോഴാണ് ശിവ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ അടുക്കളയിലേക്ക് തന്നെ വരുന്നത്. പോയി ഷാൾ എടുത്തിട്ട് വാ. യാമയെ കടന്ന് സരസ്വതിയമ്മയുടെ റൂമിലേക്ക് കയറിയവൻ കുഞ്ഞോളോടായി പറയുന്നത് കേട്ടു. യാമി വേഗം അങ്ങോട്ടേക്ക് ചെന്നു. നടക്കാൻ പറ്റുമോ? ഒരമ്പരപ്പോടെ ശിവയെ നോക്കി നിൽക്കുന്ന സരസ്വതിയമ്മയെ നോക്കി അവൻ ചോദിച്ചു. മെല്ലെ നടക്കാൻ കുഞ്ഞെ, മോൾ എന്നൊന്ന് പിടിച്ചേടി. സരസ്വതിയമ്മ മെല്ലെ ഭിത്തിയിൽ പിടിച്ചെണീക്കാൻ ശ്രമിച്ചുകൊണ്ട് ശിവയുടെ പിന്നിൽ നിൽക്കുന്ന യാമയെ കൈനീട്ടി സഹായത്തിന് വിളിച്ചു. എന്നാൽ യാമ അവരുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും ശിവ അവരെ കരുതലോടെ കൈകളിൽ കോരിയെടുത്ത് കഴിഞ്ഞിരുന്നു. സരസ്വതിയമ്മയുടെ നിറഞ്ഞ കണ്ണുകൾ ആ ഒരുവൻ്റെ രോഷം നിറഞ്ഞ മുഖത്ത് തറഞ്ഞു നിന്നുപോയി. ഹൃദയത്തിൽ ഉറഞ്ഞുകൂടി നിന്നൊരു നൊമ്പരം വല്ലാതെ ഭാരമുള്ളതായി മാറുന്നത് പോലെ. നോക്കി നിൽക്കാതെ വന്ന് കാറിൻ്റെ ഡോർ തുറക്കടി. സരസ്വതിയമ്മയെ എടുത്ത് മുന്നോട്ട് നടക്കെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നവളെ നോക്കി അവൻ മുരണ്ടു. എന്തോ യാമ ഒരു കുതിപ്പിൽ അവൻ്റെ കാറിനരികിലേക്ക് ഓടി. അവൻ മെല്ലെ വന്ന് സരസ്വതിയമ്മയെ കാറിലേക്ക് ഇരുത്തിയതും കുഞ്ഞോൾ അവളുടെ വേഷം മാറി പുറത്തേക്ക് വന്നിരുന്നു. നീയും വാ. കാറിലേക്ക് കയറിയ യാമയെ കൂടി ഒപ്പം കാറിലേക്ക് കയറ്റിക്കൊണ്ട് കുഞ്ഞോൾ പറഞ്ഞതും ശിവ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. നമുക്ക് നാളെ പോകാം അപ്പച്ചി. കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കെ അവരെ നോക്കി നിന്ന് ദേവായിനിയമ്മയെ നോക്കി ശിവ പറഞ്ഞു. അവരൊരു ചിരിയോടെ അവനെ നോക്കി കണ്ണ് ചിമ്മുന്നത് യാമി വ്യക്തമായി കണ്ടു. കുറച്ചു കഴിഞ്ഞാൽ ആബേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. യാമി ചെറിയൊരു വിക്കലോടെ പറഞ്ഞതും ആ കാർ ഒരു മുരൾച്ചയോടെ മുന്നോട്ട് കുതിച്ചിരുന്നു.